ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസ് ഉണ്ട്, പിന്നെ പൊല്യൂഷൻ എടുക്കാനുണ്ട്, ഓപ്പൺ വാഷിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കേസുകളാണ് പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഇതുമ്മ കിടക്കുന്നത് ഒരു പീസ് ഹോണ്ടയുടെയും ഒരെണ്ണം വേറെ ഏതൊരു കമ്പനി ബ്രാൻഡുമാണ് ഇതുമ്മ കിടക്കുന്നത് കേട്ടോ. അതായത് രണ്ടും 2 ടൈപ്പാണ്. പക്ഷേ ബ്രേക്ക് ലൈനറിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നോക്കുമ്പോൾ ഇതുമ്പോൾ കറക്റ്റ് ഹോണ്ടയുടെ എംബ്ലം ഉണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ട അല്ല, വേറെ കമ്പനിയാണ്. പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് പരമാവധി ഉപയോഗിച്ച് തീർക്കാം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമിനൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു, അഴിച്ച് ഫുള്ള് ഗ്രീസിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ ഒന്നുമില്ല, ഒരു കുറഞ്ഞ കമ്പനിയുടെ ആയിട്ടാണ്. അത്യാവശ്യം പേപ്പറിനകത്ത് അത്യാവശ്യം ശരിക്കും ഇതിൻ്റെ ഫിൽറ്റർ ഓരോ പേപ്പർ ഫിൽറ്ററാണ് വന്നത് നമുക്ക്. അപ്പോൾ അത് അത്യാവശ്യം പൊടി കയറിയിട്ടൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. തന്നെ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. കാരണം ഇത് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇത് മൂലം ഉണ്ടാകുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ചിലവ് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഞാൻ എൻജിൻ ഹെഡിനകത്തേക്ക് എയർ ഫിൽറ്റർ ശരിക്കും പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന ടൈപ്പ് പേപ്പറാണത്. അപ്പോൾ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പെട്രോൾ കൂടുതൽ കയറി ചെല്ലും. അത് അതിനകത്ത് പൊല്യൂഷനായിട്ട് വരും, ഫുള്ള് കത്തില്ല. അതിനകത്ത് കരിയായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. അങ്ങനെ പതുക്കെ കംപ്ലയിൻറ്റ് ഡെവലപ്പ് പോകാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും ഇത് മാറ്റിയിടാം. എന്തായാലും നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. കാരണം പൊല്യൂഷൻ എടുക്കാനുള്ളതാണ്. പൊല്യൂഷൻ്റെ കേസും കൂടി എന്തെങ്കിലും ഫെയിൽഡ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊന്ന് മാറ്റിയിട്ടേക്കാം. തന്നെയല്ലാതെ സമീപ ഭാവിയിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അതേപോലെ തന്നെ റോളർ, അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, നോർമൽ സാധാരണ രീതിയിലുള്ള വർക്കിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ ബാക്കിൽ തന്നെ ഈ പുള്ളി പോലെ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റാണത്. നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ചുമന്ന കളറിലാണ് തുരുമ്പണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ നമ്മളത് അഴിച്ചായിട്ട് ഗ്രീസിങ് കൂട്ടത്തിലൊക്കെ നടത്തി വിടുന്നുണ്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഉള്ളിലത്തെ വീലുകൾക്കോ വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ റോളർ പിന്നൊക്കെയാണ്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്ത് വിടാം. പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന് ലോഡ് ചെയ്യുന്ന റബ്ബറാണത്, ഡാംബർ റബ്ബർ എന്ന് പറയുന്നത്. അത് ശരിക്കും നല്ല രീതിയിൽ ഡാമേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഇതൊക്കെ നമുക്ക് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ഏകദേശം ഒരു 30-40 രൂപയ്ക്കാണ് അതിന് കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ കിക്കറിൻ്റെ വീൽ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളതൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം. 6 മാസത്തിലൊരിക്കൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. 1 ഇയറിൽ 1 വർഷത്തിനുള്ളിലെങ്കിലും ഇതൊന്ന് ഗ്രീസ് ചെയ്ത് വിടണം ഈ ബാക്കിലത്തെ ഭാഗം. ശരിക്കും അതാണ് അതിൻ്റെ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽ. നമ്മളിപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ കൈയോടെ നമ്മളത് അഴിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടൊരു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളത് അഴിച്ച് ഗ്രീസിങ് കൂട്ടത്തേക്ക് നടത്തി വിടണം. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. അതിനൊന്നും അഡീഷണൽ നമുക്ക് പേയ്മെൻറ്റ് അഡീഷണൽ വന്നൊന്നുമില്ല. അപ്പോൾ കൂട്ടത്തേക്ക് നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. നോക്കണ ഭാഗത്ത് വലിയ പഴക്കമുള്ള ബെൽറ്റൊന്നുമല്ല, കമ്പനി ബെൽറ്റും അല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്, ബാൻഡോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജെനുവിൻ പാർട്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ കിട്ടും. കാരണം അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസുകൾ കുറഞ്ഞിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു കമ്പനിയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇവിടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹെഡ് കവറിൻ്റെ സെൻറ്ററിൽ വന്ന ഗ്യാസ്കറ്റ് റബ്ബറുണ്ട്, അത് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. അത് കൈയോടെ തന്നെ ആ ഗ്യാസ്കറ്റ് മാറ്റി കഴിഞ്ഞാൽ ഗ്യാസ്കറ്റും മാറ്റിയിടാതെ ഇവിടെ ഈ ബോൾട്ടിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 റബ്ബർ കൂടി ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ആ ഭാഗം ഓക്കെ ആയി പോകും. പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നെ ഒരു ഫ്ലാപ്പ് ഉണ്ട്, അത് കട്ടായി പോയിട്ട് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് ചെളിയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് സ്റ്റാർട്ടിങ് കാര്യങ്ങളിൽ മിസ്സിങ് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊല്യൂഷൻ ഫസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീനിങ് നടത്തിയിട്ട് വരും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്, അത്യാവശ്യം നമുക്ക് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ചെയ്തു നോക്കിയിട്ട് പാസ്സാവുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ അഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 350-400 അതിന് മാത്രം കോസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അത് അഡീഷണൽ വർക്കാം. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ഈ ബ്രേക്ക് കേബിളൊക്കെ ശരിക്കും ഹാർഡായിട്ടുണ്ട്. എന്നാൽ വർക്കിങ്ങിന് വലിയ പ്രശ്നം തോന്നുന്നില്ല, ചെറിയൊരു ടൈറ്റൊക്കെ ഉണ്ട്. ഈ കേബിൾ പ്രശ്നമില്ല, ഈ കേബിൾ നിൽക്കണുണ്ട് വടി പോലെ തന്നെ നിൽക്കണം, ശരിക്കും ഹാർഡായി ഉണ്ട് സംഭവം.
അപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ടൊന്ന് കയറ്റി സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക് വീൽ അഴിച്ചിട്ടാണ് ഫ്രണ്ട് വീലും കൂടി ഒന്ന് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂടെ എൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ 2022 മോഡൽ ബാറ്ററി നമുക്കൊന്ന് ഇരിക്കണം, ആമറോണിൻ്റെ ബാറ്ററി. അപ്പോൾ നമ്മൾ അതും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഇതിനകത്തൊന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.77 വോൾട്ട് കിട്ടുന്നുണ്ട്. 12.5 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ, എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ, സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്പാർക്ക് പ്ലഗ് ഇരിക്കണമായിട്ടാണ് സ്പാർക്ക് പ്ലഗ് അതിൻ്റെ ഉള്ളിൽ വേണ്ടത്. കാരണം അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുകയോ മാറ്റുകയോ ചെയ്യേണ്ടതാണ്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ പ്ലഗ് കൂടി മാറ്റേണ്ടതാണ്. പക്ഷേ നമ്മളത് അഴിക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുക. അതായത് ശരിക്കും അത് ഹീറ്റിംഗ് വന്ന ഭാഗമായതുകൊണ്ടാണ് ചില കേസിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അഴിച്ചാൽ ഒരു പക്ഷേ അത് ഒടിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിലവിലിപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാണ്. കാരണം പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. കാരണം ഞാൻ ഒരു പക്ഷേ അത് അഴിക്കുമ്പോൾ ഒടിയാനുള്ള സാധ്യത ഒരു 80% ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒടിഞ്ഞാൽ പിന്നെ നമ്മളത് അഴിച്ച് ഹെഡിൻ്റെ ഭാഗം അഴിച്ച് വെൽഡ് ചെയ്ത് ലെയ്തിലോ കൊടുത്തൊക്കെ വേണം അഴിക്കാൻ. അപ്പോൾ നിലവിലിപ്പോൾ പ്രശ്നമില്ലാത്തത് കൊണ്ട് തൽക്കാലം ആ രീതിയിൽ തന്നെ അങ്ങോട്ട് ഓടട്ടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നെക്സ്റ്റ് നമ്മളൊന്ന് നോർമൽ വെച്ചേക്കാം. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് എന്തായാലും അത് അഴിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ്, അതേപോലെ എഞ്ചിൻ ഓയിലും ഈ പറഞ്ഞ രീതിയുടെ എയർ ഫിൽട്ടർ, പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് ഗ്രീസിങ്ങും ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പൊല്യൂഷൻ ടെസ്റ്റും അതേപോലെ തന്നെ വാട്ടർ സർവീസും ഓപ്പണായിട്ട് ഈ രീതിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴിച്ചുകളി ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് തരാം കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ നമ്മൾ പറയാൻ വിട്ട ഒരു കേസുണ്ട്. നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിലെ പ്രോബ്ലം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വലിയ ടൈറ്റിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമുക്കത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ കിട്ടിയെന്ന് വരില്ല. ഇടയ്ക്ക് നമ്മളത് കയറ്റി രണ്ടാമതാഴ്ച മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞേരെ, വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ അഴിച്ച് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ.